ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സി ജെ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ MD ആയിട്ടുള്ള സി ജെ റോയുടെ മരണം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. അതൊരു കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതിന് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ പുതുതായി കിട്ടിയ ന്യൂസ് അനുസരിച്ചിട്ട് ഇപ്പോൾ മരണം കർണാടക ഇത് വെച്ച് നടന്നത് കൊണ്ട് തന്നെ കർണാടക ബാംഗ്ലൂർ സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ. അപ്പോൾ തന്നെ കർണാടക പോലീസ് എന്നതിൽ ഇടപെട്ടിരിക്കുന്നത് CID അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കർണാടക CID അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും കേന്ദ്രം ഇടപെടേണ്ട ആവശ്യം ഇതിലില്ല. കർണാടകയിൽ വെച്ച് നടക്കുമ്പോൾ ആ പോലീസാണ് അത് അന്വേഷിക്കേണ്ടത്. അങ്ങനെ കർണാടക പോലീസ് ഏറ്റെടുത്ത് CID അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും മരിച്ചത് ഭയങ്കര എന്താ പറയാ, ഒരു ദുരൂഹ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. മരിച്ചത് നെഞ്ചിലാണ് വെടിവെച്ചത് എന്ന് പറയുന്നത്. നെഞ്ചിൽ എങ്ങനെയാണ് വെടിവെക്കുക? ഒരാൾ വെടിവെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരിക്കും തലയുടെ അവിടെ വെച്ചിട്ടാണ് വെടിവെക്കുക അല്ലെ. പക്ഷെ മറ്റൊരാൾ വെടിവെക്കുമ്പോഴാണ് നെഞ്ചത്ത് കൊള്ളുക. അപ്പൊ ഇങ്ങനെ നെഞ്ചത്ത് സ്വന്തം തോക്കൊണ്ട് തന്നെ വെടിവെച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ അത് വിശ്വസനീയമല്ല. ഒരാളത് ഇങ്ങനെ പിടിച്ച് നെഞ്ചത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയൊക്കെ വെക്കാനൊരു സുഖകരമല്ല. ശരിക്കും തലയുടെ അവിടെ വെച്ചിട്ടാണ് വെടിവെക്കുക. മറ്റൊരാളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം സംശയിക്കാൻ കാരണം ശരിക്കും നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്ന അനങ്ങാൻ പോലും ശ്വാസം വിടാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അവർ ഫോണും പിടിച്ചു വെക്കും. ഒരാളടുത്ത് മിണ്ടാൻ പോലും സമ്മതിക്കത്തില്ല. അവരൊരു ഭാഗത്ത് ഇരുത്തേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ആൾക്ക് വീട് മുഴുവൻ എണീറ്റ് നടക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. വീടിന്റെ വേറെ റൂമിൽ പോയിട്ട് കുറ്റിയിടാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവനോട് സ്വന്തം തോക്ക് പിടിക്കാനുള്ള അനുവാദം കൊടുത്തു. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതൊന്നും കണ്ടു കെട്ടിയില്ലേ? എല്ലാം കണ്ടു കെട്ടിയിട്ടാണ് അവിടെ ഇരുത്തുക. അപ്പൊ ഇത്രയും അനുവാദം കൊടുത്ത സ്ഥിതിക്ക് കൊന്നതും അതിൽ ഒരാളുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകത എന്താന്ന് പറയാൻ കാരണം, ദുരൂഹത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV 3 മാസമായിട്ട് നിശ്ചലമാണ്. എന്തുകൊണ്ട് CCTV നിശ്ചലമായിട്ടുള്ളത്? അതിന്റെ പ്രധാന കാരണം ശരിക്കും ഈ CJ റോയ് തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി തോക്ക് വരെയുള്ള ആള് സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി CCTV എന്തുകൊണ്ട് ഓണാക്കിയില്ല? ഒരു തോക്കുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും വലിയ ബിസിനസ്മാൻമാരൊക്കെ ആവുമ്പോൾ അത്യാവശ്യം തോക്കും CCTV എല്ലാ പ്രൊട്ടക്ഷനോടും ഇരിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ ഓഫീസിലും വീടുകളിലും CCTV ഓഫാക്കി 3 മാസത്തെ ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ദുരൂഹത മറച്ചു വെക്കാൻ ഇദ്ദേഹത്തിനുണ്ട്. ആർക്ക്? CJ റോയ്ക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. എന്തോ ഇദ്ദേഹത്തിന് മറച്ചു വെക്കാനുണ്ട്. അത് തെളിയിക്കേണ്ടത് തന്നെയാണ്. ഇതിൽ ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത്? ശരിക്കും വന്ന ഉദ്യോഗസ്ഥരാണോ? അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. പക്ഷെ അവരുടെ ഡ്യൂട്ടിയിൽ അവരും വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എണീറ്റ് നടന്ന് പോയി തോക്കോട് വെടിവെച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അത് ആര് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ആര് ചെയ്തു? ശരിക്കും CJ റോയ് തന്നെയാണോ? അതോ വന്ന ആളുകളിൽ നിന്നാണോ? അതോ അവിടെയുള്ള ആളുകളിൽ നിന്നിട്ടാണോ വെടിയേറ്റത്? എന്താണ് അവിടെ വാക്കുതർക്കം ഉണ്ടായത്? എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? CCTV പോലും മറച്ചു വെക്കണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? CJ റോയ്ക്ക് തന്നെയാണ്. വേറൊരാൾ 3 മാസം CCTV അവിടെ മറച്ചു വെക്കില്ല അല്ലെ. സ്വന്തം സ്ഥാപനത്തിലെ CCTV മറച്ചു വെക്കണമെങ്കിൽ അതിലെന്തോ ദുരൂഹത ഇദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. വൻ തെറ്റന്നെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇത്രയും പേടിച്ച് ഇരിക്കാൻ കാരണം. ഇദ്ദേഹം സ്വന്തം അനിയനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സമയത്ത്. ബി ട്രബിൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത്രയും പേടിച്ചു പോയിട്ടുണ്ട്. അനിയനോട് പറഞ്ഞിട്ടുമുണ്ട്. അനിയൻ തന്നെ പറയുന്നുണ്ട്, എന്നെ രാവിലെ വിളിച്ചിരുന്നു, എന്നെ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 7 മണിക്ക് വരാം, 7 മണിക്ക് കാണാം, ചേട്ടനോട് അങ്ങനെ പറഞ്ഞു എന്നാണ് അനിയൻ മൊഴി തന്നിരിക്കുന്നത്. അനിയൻ വാർത്തക്കാർ ചോദിച്ചപ്പോ, ന്യൂസുകാർ ചോദിച്ചപ്പോ അങ്ങനെയാണ് അനിയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാളുകളായിട്ട് ശരിക്കും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഇവരുടെ പുറകെ തന്നെയായിരുന്നു നടക്കുന്നത്. പക്ഷെ ഇവരത് അറിയുന്നില്ല. ഒരു 3-5 മാസമായിട്ട് ഇവരെ ശരിക്കും നോട്ടമിടുന്നുണ്ട്. പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് എന്ന പാർട്ടി ജയിച്ചിട്ടുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെന്റ് നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി ജയിച്ചപ്പോൾ ഈ പാർട്ടിക്കാര് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കൊണ്ടാണോ എന്നൊരു സംശയം വന്നുകൊണ്ട് ആണ് കർണാടകയിൽ ഇത്രയും വ്യാപകമായിട്ട് എന്ത് നടത്തിയത്? അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ കൊണ്ട് എല്ലാവരെയും ഒരുപാട് സ്ഥാപനങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നാലും ഇൻകം ടാക്സ് മറച്ചു വെച്ചു എന്നറിയുകയാണെങ്കിൽ അതിന് അത്യാവശ്യം പിഴ ചുമത്തും. അത് അടയ്ക്കേണ്ട ആവശ്യകതയുള്ളൂ. ഇത്രയും കോടിക്കണക്കിന് ആസ്തികൾ ആൾക്ക് ഇതൊക്കെ പുല്ല് വിലയാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കാൻ പലതും ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പൊ രാഷ്ട്രീയക്കാരുടെ ഈ കള്ളപ്പണം റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് വെളുപ്പിക്കുക അത് ആദ്യത്തെ ഇതൊന്നല്ല. അത് എല്ലാ സംസ്ഥാനത്തിലും ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റുകാർക്ക് പെട്ടെന്ന് അത് വെളുപ്പിക്കാൻ പറ്റും. അതെന്തൊക്കെ ബ്ലാക്ക് മണി പോയിട്ട് ശരിക്കുള്ള മണിയാക്കി തീർക്കാൻ അവർക്ക് സാധിക്കുന്നു. അപ്പൊ അവര് അങ്ങനെയാണ് രാഷ്ട്രീയം അവിടെ ജയിച്ചത് എന്നൊരു ആരോപണം കൂടി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോ സ്റ്റേ കർണാടക ഗവൺമെന്റ് സ്റ്റേ കൊടുത്തിട്ടുണ്ട്.
ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്നിട്ടുള്ള ഓഫീസേഴ്സാണ്, ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ് അവിടെ ചെന്നിട്ട് ഇവരെ പിടിച്ചത്, കോൺഫിഡന്റ് ഗ്രൂപ്പിനെ പിടിച്ചത്. അപ്പോൾ CJ റോയി അപേക്ഷ കൊടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ എന്തിനാണ് കർണാടകയിൽ വന്ന് ഞങ്ങളുടെ പെന്റഗൺ എന്ന സ്ഥാപനത്തെ ഇത്രയും റെയ്ഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ വേണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കർണാടക ഗവൺമെന്റിന് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ കൊടുത്തു. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിലും ഇവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്. നമ്മുടെ ഒരുപാട് ഐഡിയ സ്റ്റാർ സിംഗേഴ്സ്, അതുപോലെ തന്നെ കാസനോവ എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ എന്താണ് ബിഗ് ബോസ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതിന് കാശ് കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹം തന്നെയാണ്, ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ കേരളത്തിൽ നിന്ന് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നതിന് അതിശയിക്കാനൊന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ കർണാടക ഗവൺമെന്റ് പിന്നെ എന്തായി, സ്റ്റേ ചെയ്യലൊക്കെ ആം, ഇല്ലാണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പിടിവന്നത്. പക്ഷെ സത്യത്തിൽ ഇദ്ദേഹം സന്തോഷിച്ചിരിക്കുകയായിരുന്നു, കർണാടക ഗവൺമെന്റ് സ്റ്റേ ചെയ്തല്ലോ, ഇനി ഒരാളും എന്നെ തൊടൂല എന്ന് വിചാരിച്ചു. പക്ഷെ ഇൻകം ടാക്സിന് ഇത് ബാധകമല്ല, സ്റ്റേ ബാധകമല്ല. അവരെന്ത് ചെയ്യണം, കേന്ദ്ര ഗവൺമെന്റ് ആണ് വിട്ടിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് റെയ്ഡ് ശരിക്കും നടത്തി. അങ്ങനെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ പിൻവലിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ ഇദ്ദേഹം വീണ്ടും വിളറി വെളുത്തു. കാരണം ഇത്രയും സേഫ് ആണെന്ന് വിചാരിച്ച സാധനം സ്റ്റേ അടക്കം മേടിച്ച് സേഫ് ആക്കി വെച്ചിട്ട് വീണ്ടും സേഫ് അല്ലാന്ന് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു വിഷമം. അങ്ങനെ സാമ്പത്തിക ക്രമക്കേടിന്റെ ലിസ്റ്റ് തന്നെ പുറത്തു വന്നു എന്നാ പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് ചെയ്യുന്നുണ്ട്. അത് ചെയ്തത് കൊണ്ടാണ് ഇത്രയും പേടിച്ചത് അല്ലെ. ഇനി ഇദ്ദേഹം വിചാരിച്ചത്, ഇനി എൻ്റെ ഈ ഫുൾ ഇമേജ് ഫുള്ള് തകരുമോ, ഇനി ജയിലിൽ കിടക്കേണ്ടി വരുമോ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന പേടികൾ. ED വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല, എല്ലാ സ്വത്തും മരവിപ്പിക്കും. ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ED വന്ന് എല്ലാം മരവിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇദ്ദേഹം പിച്ചക്കാരനായി മാറും എന്നൊരു തോന്നൽ ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായി. അപ്പൊ ഇത്രയും നാൾ സമ്പാദിച്ച സൽപ്പേര്, സ്വന്തം സ്വത്ത്, ഇതൊക്കെ ഇല്ലാണ്ടായി. ഇത്രയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD, എന്താ രാജാവ് കണക്ക്, ചക്രവർത്തി കണക്ക് ജീവിച്ച ആള് പെട്ടെന്നൊരു പിച്ചക്കാരനാവുന്നത് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അപ്പൊ ഇതിനൊക്കെ വേണ്ട ആകെ സൊല്യൂഷൻ എന്താണ് ശരിക്കും, സത്യത്തില് അവനവന്റെ ആ അക്കൗണ്ട് ബുക്ക് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക അല്ലെ, വൗച്ചേഴ്സ് ഒക്കെ ക്ലിയർ ആക്കുക. അങ്ങനെ സ്വന്തമായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പദവ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന് പേടിക്കേണ്ട. ഇത്രയും പൈസ കൊടുത്ത്, അതായത് ഇൻകം ടാക്സ് അധികം അടക്കേണ്ടി വരും, ഇത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പോയിട്ട് പിച്ചക്കാരനാക്കാനോ ED വന്ന് മരവിപ്പിക്കാനോ നിൽക്കില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, കള്ളപ്പണ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം അവിടെ തന്നെ ഉണ്ട്. ആഡംബര കാറുകൾ എല്ലാം കുറെ ഇദ്ദേഹത്തിനുണ്ട്. അതൊക്കെ ഇദ്ദേഹം സമ്പാദിച്ചത് തന്നെ അല്ലെ, സ്വത്ത് സമ്പാദിച്ചത് തന്നെ. അദ്ദേഹം പരിഹാരമില്ലാത്ത ഒരു പ്രോബ്ലം ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നമ്മൾ ശരിക്കും നല്ല രീതിയിലാണ് പെരുമാറുന്നത്, പക്ഷെ പരിഹാരമില്ലാത്ത ഒരു പ്രോബ്ലം നമുക്കില്ല. ഇദ്ദേഹം ആദ്യമായിട്ട്, അതായത് ഇദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ട് 1995 ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു മാരുതി 800 അദ്ദേഹം മേടിച്ചിരുന്നു. പിന്നീട് 2005 കൂടിയിട്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം മേടിച്ച ആ മാരുതി കാർ ആ സമയത്തൊക്കെ വിറ്റുപോയിരുന്നു. പിന്നീട് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹം വലിയ പണക്കാരനായി എന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 10 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടാണ് ആദ്യം മേടിച്ച മാരുതി കാർ വീണ്ടും കണ്ടെത്തിയത്. മാരുതി 800 കണ്ടെത്തി അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ ഒന്നിനും പറ്റാത്ത ഒരു മാരുതി കാറാണ് അവിടെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ആഡംബര കാറുകളുടെ നിര തന്നെ അദ്ദേഹത്തിനുണ്ടെന്ന് പറയും. ഇത്ര കാറിൽ ഇരുന്നിട്ട് എത്ര ഇടിച്ചാൽ പോലും ഇദ്ദേഹത്തിന് ഒരു പോറൽ പോലും പറ്റാത്ത കാറുകളുണ്ട്. അപ്പൊ ഇത്രയും സുരക്ഷ നോക്കുന്ന ആള് എന്തുകൊണ്ട് CCTV ഓണാക്കിയില്ല? അപ്പൊ ഇൻകം ടാക്സ് കൊടുക്കാൻ മടിച്ചിട്ടോ ഒന്നുമല്ല ഇദ്ദേഹം ഷൂട്ട് ചെയ്തത്. ഇദ്ദേഹം വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരിക്കലും പുറത്തു വന്നാൽ രക്ഷയില്ല എന്നറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരുപാട് ഭൂമി മേടിച്ചിട്ടുണ്ട്, അതൊക്കെ മറച്ച് വിറ്റാൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോടി സമ്പാദിക്കാവുന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ആദ്യ ഭാര്യ ഉണ്ടെന്നൊക്കെ ഒരു കിംവദന്തി പറയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് കൃത്യമായി അറിയില്ല. ഇത് രണ്ടാമത്തെ ഭാര്യ മക്കളാണിത് എന്ന് പറയുന്നു. അതൊന്നും നമ്മളെ അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ബാധിക്കുന്നതല്ല. പക്ഷേ ഇദ്ദേഹം ചെയ്തു കൂട്ടിയ ഈ സംഭവങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം പേടിച്ചോ എന്നല്ല, സ്വയം ഷൂട്ട് ചെയ്തതാണെങ്കിൽ വളരെയധികം മറക്കാൻ വളരെയധികം വലിയ തെറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരോ അവിടെ വെച്ച് അപായപ്പെടുത്തിയത് തന്നെയാണ്, ഇദ്ദേഹത്തെ കൊന്നത് തന്നെയാണ്. ഞാൻ ആദ്യ വീഡിയോയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തെ ആരോ കൊന്നത് തന്നെയാണ്, കൊല്ലിപ്പിച്ചതാണ്, ഇദ്ദേഹത്തിനെ കൊണ്ട് തന്നെ കൊല്ലിപ്പിച്ചതാണ്. അല്ലാതെ ഇളകാൻ പറ്റാതിരിക്കുന്ന ആള് എങ്ങനെയാണ് തോക്കെടുക്കുക? തോക്ക് എന്തുകൊണ്ട് ഇവർ കണ്ടു കെട്ടിയില്ല? ഇതൊക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ.